ഓക്കെ, സോ നമ്മൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. സോ സ്ക്വയർ പിരമിഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസ് അത് സ്ക്വയർ ആയിരിക്കും. അതേപോലെ അതിന്റെ സ്ലാൻഡ് സർഫസസ് എല്ലാം ട്രയാങ്കുലർ സർഫസ് ആയിരിക്കും. ഈ എഡ്ജസ് സ്ലാൻഡ് എഡ്ജ് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ രണ്ട് ക്വസ്റ്റൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഒരേപോലത്തെ രണ്ട് ക്വസ്റ്റൻ ആണ്. സോ ഒരേ പ്രൊസീജിയർ ഉള്ള രണ്ട് ക്വസ്റ്റൻ. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് അസ്യൂം ചെയ്തോളുക. ദിസ് ഇസ് അവർ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് അവർ വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കൽ പ്ലെയിനും ആണെന്ന് വെച്ചോളുക. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ആദ്യം പഠിക്കുന്ന പ്രോബ്ലം അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് പിരമിഡ് റെസ്റ്റ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന പോലത്തെ പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കുന്നത്. റെസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ ബേസിക് ആയിട്ട് ചുമ്മാ വെച്ചിരിക്കുകയാണ് പിരമിഡിന്. അങ്ങനെ വെക്കുമ്പോൾ റെസ്റ്റിംഗ് ഓൺ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. ബേസ് റെസ്റ്റിംഗ് ആണ്, കോർണർ റെസ്റ്റിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് ആണ്. റെസ്റ്റിംഗ് ഓൺ ഓഫ് ഇറ്റ്സ് എഡ്ജ്, ഈ ബേസ് എഡ്ജ് എന്ന് പറയും. ഇതാണ് ബേസ്. ഈ ബേസിന്റെ ഓരോ സൈഡും ബേസ് സൈഡ് അല്ലെങ്കിൽ ബേസ് എഡ്ജ് എന്നാണ് ഈ 4 എഡ്ജസ് നെയിം പറയുന്നത്. ഈ പിരമിഡിന്റെ ബേസ് സ്ക്വയർ പിരമിഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ക്വയർ പിരമിഡിന്റെ 4 എഡ്ജിനെ നമ്മൾ ഒന്നുകിൽ ബേസ് എഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് സൈഡ് എന്ന് പറയും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കേസ് എന്ന് വെച്ചാൽ ഈ പിരമിഡ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ റെസ്റ്റ് ചെയ്യാൻ ഒരു കണ്ടീഷൻ കാണും. ഏതെങ്കിലും ഒരു ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അത് റെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ആക്സിസ് ഇപ്പൊ HP-ക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിന് അതിന്റെ ആക്സിസ് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കുമ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഏതോ ഒരു എഡ്ജ്, അതിന്റെ ഏതോ ഒരു ബേസ് എഡ്ജ്, ഇതേപോലത്തെ ഒരു ബേസ് എഡ്ജിലാണ് ഇപ്പൊ അത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ട് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ ഈ പിരമിഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഇൻക്ലൈൻഡ് ടു HP-ക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കുകയാണ്, VP-ക്ക് പാരലൽ ആയിട്ടിരിക്കുകയാണ്. അതായത് അടുത്ത കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പിരമിഡിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഈ VP-ക്കും കൂടെ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കും ഈ പിരമിഡിന്. അപ്പോ ഇപ്പൊ നമുക്ക് പറയാം ദിസ് പിരമിഡ് ഇസ് റെസ്റ്റിംഗ് ഓൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്, ഓൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് such that its apex is inclined to VP and away from VP. സോ അതായത് ഇത് ഫസ്റ്റ് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നു വെച്ചോളുക. ഇപ്പൊ നമ്മൾ അതിനെ ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ കൊണ്ടുവന്നു. അപ്പൊ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പിരമിഡ് ഇപ്പൊ ഇറ്റ് ഇസ് ഇൻക്ലൈൻ ടു VP, ഇതിന്റെ ആക്സിസ് ഇസ് ഇൻക്ലൈൻ ടു VP. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഈ റെസ്റ്റ് ചെയ്തിരിക്കുന്നല്ലോ ബേസ് എഡ്ജ്, ഈ ഒരു ബേസ് എഡ്ജിലല്ല റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ആ ബേസ് എഡ്ജ് VP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ബേസ് എഡ്ജ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ട് അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ തിരിക്കുന്നു പിരമിഡിനെ. സോ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ അപ്പെക്സ് ഇസ് അവേ ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും കുറെ ദൂരത്തോട്ടാണ് ഇപ്പൊ തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു കണ്ടീഷൻ. ഇതിന് ഓരോന്നിനും നമുക്ക് വരയ്ക്കാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ പിരമിഡ് ഇങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ആയിട്ടിരിക്കുന്ന പോലെ വരയ്ക്കും ഫസ്റ്റ് കേസിൽ. എന്നിട്ട് അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കും. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്നും കാണുമ്പോൾ ഒരു ട്രയാങ്കിൾ ഇപ്പൊ കാണാൻ പറ്റും. ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു സ്ക്വയർ ആയിരിക്കും കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടോപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ കാണാൻ പറ്റും. ആ സ്ക്വയറിന്റെ എല്ലാ ഡയഗണൽസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോലെ, സ്ക്വയറിന്റെ എല്ലാ ഡയഗണൽസും ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ട്രയാങ്കിൾ. സോ ഇതിന്റെ പേരാണ് സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. ആദ്യം വരയ്ക്കുന്ന ഡയഗ്രാം ദിസ് ഇസ് ആക്ച്വലി സിമ്പിൾ പൊസിഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പിരമിഡിനെ HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കും. ഈ പിരമിഡിന്റെ ആക്സിസ് HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കും. അതാണ് നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷൻ. സോ ആക്സിസ് ഇൻക്ലൈൻഡ് ടു HP, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനായിരിക്കും ആക്സിസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് ആക്സിസ് ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പം ഫ്രണ്ട് വ്യൂ നിന്ന് ഒരു ട്രയാങ്കിൾ കുറച്ച് ചരിച്ച് വെച്ച പോലെ കാണാൻ പറ്റും. കുറെ കൂടെ 1-2 എഡ്ജസും കൂടെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഒരു ട്രയാങ്കിൾ ക്ലിയർ ആയിട്ട്, അത് ഫ്രണ്ടിലുള്ള എഡ്ജ് പ്യുവർ ആയിട്ട് കാണാൻ പറ്റും. ബാക്കിലുള്ളത് ചിലപ്പോൾ ചെറിയ ഒരു എഡ്ജ് നിങ്ങൾക്ക് കാണാതിരിക്കാം ഫ്രണ്ടിൽ നിന്ന് ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ. സോ അത് ഓരോ ആംഗിളിനനുസരിച്ച് അത് മാറും. അടുത്ത കണ്ടീഷൻ നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതേ ഇത് നിങ്ങൾ മോളിൽ നിന്ന് നോക്കുക. മോളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിന്റെ കുറച്ച് ബേസിന്റെ ഒരു എൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മോളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു എഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് കാണാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സ്ക്വയറിന്റെ കുറച്ച് ദൂരം കാണാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം കൂടെ ഈ അപ്പെക്സിൽ ജോയിൻ ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. അടുത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത തേർഡ് കണ്ടീഷൻ
ഈ ബേസ് റെസ്റ്റ് ചെയ്തിരിക്കുന്നല്ലോ, ഈ ബേസ് എഡ്ജ് ഉണ്ടല്ലോ, ആ ബേസ് എഡ്ജിനെ ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചുകൂടെ അങ്ങോട്ട് ടിൽറ്റ് ചെയ്യാണ്. ബേസ്ഡ് ഓൺ വി പിക്ക് ഞാൻ തിരിക്കുകയാണ്. വി പിയെ ബേസ് ചെയ്ത് ഞാൻ ഒരു ആംഗിൾ ടിൽറ്റ് ചെയ്യാണ്, ആ ബേസിന് മാത്രം, റെസ്റ്റ് ചെയ്യുന്ന ബേസിന്. ഇപ്പൊ ടിൽറ്റ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പെക്സ് എന്ന് പറയുന്ന ഈ പോയിന്റ് ഇറ്റ് ഇസ് എവേ ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഇപ്പൊ ഈ അപ്പെക്സ് ഉള്ളത്. ഇപ്പൊ നിങ്ങളൊന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പിരമിഡിന്റെ ഒക്കെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ബേസിന്റെ കുറച്ച് പോർഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതേ എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റുന്നത്. സോ ഒരു ഏതാണ്ട് ഒരു പിരമിഡിന്റെ ഒരു 50% ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന എഡ്ജസ് ഉണ്ട്, കാണാൻ പറ്റാത്ത എഡ്ജസും ഉണ്ട്. സോ അതൊക്കെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനും ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടീഷനൊക്കെ ഇനിഷ്യൽ കണ്ടീഷനൊക്കെ ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് റെസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ, പിന്നെ ബേസ് ഒരു ബേസ് എഡ്ജിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യുന്നു, ആക്സിസിനെ HP-ക്ക് ഇൻക്ലൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യാണ്. ഇപ്പൊ ടിൽറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ്? ടുവേർഡ്സ് VP. നേരത്തെ എവേ ഫ്രം VP, VPയിൽ നിന്നും ദൂരത്തോട്ടാണ് നമുക്ക് അപ്പെക്സിനെ തിരിച്ചത്. ബേസ് എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്തപ്പം ഈ അപ്പെക്സ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എവേ ഫ്രം VP ആയിരുന്നു. ഇങ്ങനെ ഇരുന്നു, ഇങ്ങോട്ട് തിരിച്ചു, ടിൽറ്റ് ചെയ്തു. എന്നിട്ട് ഇതാ ബേസ് എഡ്ജ് റൈറ്റ് സൈഡിലോട്ട് തന്നെയാണ് നമ്മൾ ടിൽറ്റ് ചെയ്തത്. റൈറ്റ് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ. ഇത് ആക്ച്വലി നമ്മൾ നോക്കുമ്പം റൈറ്റ് സൈഡ്, നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയാം. സോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ എവേ ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ. അടുത്ത രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഇതിങ്ങോട്ട് ബേസ് എഡ്ജ് ഒക്കെ റെസ്റ്റിംഗ്, അത് തന്നെ കണ്ടീഷൻ അത് തന്നെ ആയിരിക്കും. അപ്പെക്സിനെ നമ്മൾ എങ്ങോട്ട് ടിൽറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതാ ടുവേർഡ്സ് VP, വെർട്ടിക്കൽ പ്ലെയിനിനെ നോക്കിയിരിക്കുന്ന പോലെ നമ്മൾ ടിൽറ്റ് ചെയ്യും. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് പിരമിഡിന്റെ ബേസിന്റെ ഒക്കെ കുറെ ഭാഗങ്ങൾ കാണാൻ പറ്റും തേർഡ് കണ്ടീഷൻ വരയ്ക്കുമ്പോൾ. ഈ ഒറ്റ ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പറയാനുള്ളത്. നമുക്ക് ബാക്കി പ്രൊസീജിയർ നോക്കാം, നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത് സോൾവ് ചെയ്യാൻ. ഈ പ്രോബ്ലം നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതേ പ്രോബ്ലം രണ്ട് മെത്തേഡിൽ നമുക്ക് ചോദിക്കാം, രണ്ട് ടൈപ്പായിട്ട് ചോദിക്കാൻ പറ്റും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ആദ്യത്തെ കണ്ടീഷൻ, സ്ക്വയർ പിരമിഡ് സ്ക്വയർ പിരമിഡ് ഓഫ് എഡ്ജ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്ക്വയർ പിരമിഡ് ആണ് വരയ്ക്കുന്നത്. സ്ക്വയർ പിരമിഡ്, അതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്ക്വയർ. ബേസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ആണ്. ആ ബേസിന്റെ സൈഡ് അല്ലെങ്കിൽ ബേസിന്റെ എഡ്ജ് ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് 40 mm. അതേപോലെ തന്നെ അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ പിരമിഡിന്റെ ഹൈറ്റ് h is equal to 60 mm. ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ സിമ്പിൾ പൊസിഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. ആദ്യം നമ്മൾ പറയേണ്ട സിമ്പിൾ പൊസിഷൻ, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ പ്രോബ്ലത്തിലൊന്നും നമുക്കതൊരു പ്രശ്നമല്ല. സിമ്പിൾ പൊസിഷൻ, 3 പൊസിഷൻ നമ്മൾ വരയ്ക്കും. അതിൽ ആദ്യത്തെ പൊസിഷന്റെ പേരാണ് സിമ്പിൾ പൊസിഷൻ. സോ സിമ്പിൾ പൊസിഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സ്ക്വയർ പിരമിഡ് ഓഫ് എഡ്ജ് ഓഫ് ബേസ് 40 mm and height 60 mm has its axis inclined 40 degree to HP. സോ ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. ആൻഡ് എഡ്ജ് ഇൻക്ലൈൻഡ് 45 degree to VP, ഇത് മൂന്നാമത്തെ കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ എവിടെയാണ് അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. സോ നമുക്കിപ്പോൾ ഇവിടെ എടുക്കാം, ഇറ്റ് ഈസ് ആക്ച്വലി റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എഡ്ജ്. അതിനുള്ള കണ്ടീഷൻ എന്താ അവിടെ തന്നിട്ടുള്ളത്? ബേസ് എഡ്ജസ് ഓൺ HP. അതിന്റെ ഒരു ബേസ് എഡ്ജ് HP-യിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP, റെസ്റ്റിംഗ് ഓൺ HP on its
ബേസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അടുത്ത എന്താണ് അതിൽ തന്നിട്ടുള്ളത് എന്താണ് രണ്ടാമത്തെ പൊസിഷൻ. രണ്ടാമത്തെ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്സിസ് ഇൻക്ലിനേഷൻ. ആക്സിസ് ഇൻക്ലിനേഷൻ എത്രയാണ് ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക. ദാറ്റ് ഈസ് ക്വസ്റ്റൻ അനുസരിച്ച് നമുക്ക് 40 ഡിഗ്രി ടു HP അതാണ് ആക്സിസ് ഇൻക്ലിനേഷൻ. സോ 40 ഡിഗ്രി ടു HP അതാണ് ആക്സിസ് ഇൻക്ലിനേഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ അതിന്റെ ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബേസ് എഡ്ജ് ഇസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP. മൂന്നാമത്തത് അതിന്റെ ബേസ് VPക്ക് ഇൻക്ലൈൻഡ്. അതാണ് തേർഡ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ബേസ് ഇൻക്ലിനേഷൻ. ബേസ് എഡ്ജ് ഇൻക്ലിനേഷൻ. That is 45 degree to vertical plane. Okay. സോ ഇത് ഇത്ര ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ 3 കണ്ടീഷൻ. ഇനി നമുക്കത് വരയ്ക്കാൻ തുടങ്ങാം. ഗിവൺ ഡേറ്റ കണ്ട് സ്ക്വയർ ആണ്, സ്ക്വയർ പിരമിഡ് ആണ്, ബേസ് സ്ക്വയർ ആണ്, സ്ക്വയറിന്റെ സൈഡ് 40 mm ആണ്. നമുക്ക് ഇത്രയും ഡേറ്റ യൂസ് ചെയ്തൊന്ന് വരയ്ക്കാം. അത് സോ ഇത്രയും ഡേറ്റ നമുക്കൊന്ന് യൂസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് സ്ക്വയർ ഒന്ന് വരയ്ക്കാം. ബേസ് ആണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എപ്പോഴും. സോ അതിന്റെ ബേസ് നമുക്ക് വരയ്ക്കാം. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് അതിന്റെ സ്ക്വയർ ബേസ് വരയ്ക്കാം. ബേസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ്, സ്ക്വയറിന്റെ സൈഡ് 40 mm ആണ്. സ്ക്വയർ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് താഴ്ത്തിയായിരിക്കും വരയ്ക്കുന്നത്. അതിന്റെ റീസൺ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ കുറച്ച് താഴ്ത്തിയായിരിക്കും വരയ്ക്കുന്നത്. സോ 40 mm ലെങ്ത് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്വയർ വരയ്ക്കും. ബേസ് 40 mm. ഒരു സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. സ്ക്വയർ വരയ്ക്കാൻ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് വരച്ചാൽ മതി. വിൽ ഡ്രോ ദ സ്ക്വയർ ഇനിഷ്യലി. സ്ക്വയർ വരയ്ക്കാം. സോ അതിന്റെ സ്ക്വയർ വരച്ചിട്ട് അതിന്റെ ഡയമെൻഷൻ ഇവിടെ മെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ നമുക്ക് മെൻഷൻ ചെയ്യണം ഇവിടെ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡയമെൻഷൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. സോ ദിസ് വിൽ ബി എത്ര ആയിരിക്കും? 40 mm. സ്ക്വയറിന്റെ സൈഡ് നമുക്ക് 40 mm ആണ് തന്നിട്ടുള്ളത്. സോ 40 mm ഇവിടെ നിങ്ങൾ ഡയമെൻഷൻ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. സോ പ്രോപ്പറായിട്ട് സ്കെയിലൊക്കെ വെച്ച് ഡയമെൻഷൻ മെൻഷൻ ചെയ്തോളൂ. അടുത്ത് നമ്മൾ അതിന് പേര് കൊടുക്കുകയാണ്. സോ നെയിം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ വിൽ നെയിം ഇറ്റ് ആസ് ഈ സൈഡ് തൊട്ട് പേര് കൊടുത്ത് തുടങ്ങാം. സാറിന് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. സോ ഇത് ടോപ്പ് വ്യൂവിലാണ് നമുക്ക് കാണുന്നത്. സോ എ, ഇത് ബി, ഇത് സി ആൻഡ് ദിസ് വൺ ഡി. ഇത് സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ 4 കോർണറിലും നമ്മൾ പേര് കൊടുത്തു. സ്മോൾ ലെറ്റേഴ്സിലാണ് കൊടുത്തത്. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സിലാണ് പേര് നമ്മൾ കൊടുത്തത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഡയഗണൽസിൽ നമുക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇതൊരു പിരമിഡാണ്. സോ നമുക്ക് എങ്ങനെയായിരിക്കും കാണുന്നത്? ഇതിന്റെ ടോപ്പ് വ്യൂവില് നമുക്ക് കാണാൻ പറ്റുന്ന അതിന്റെ കോർണേഴ്സ് എല്ലാം ഒരുമിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം ഡയഗണൽസ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പിരമിഡിന്റെ ടോപ്പ് വ്യൂ പോലെ. സോ പിരമിഡിന്റെ സ്ലാൻഡ് എഡ്ജസ് എല്ലാം ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പിരമിഡിന്റെ സ്ലാൻഡ് എഡ്ജസ് എല്ലാം കൂടെ വന്നത് ഇവിടെ ജോയിൻ ചെയ്യും. സോ ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ അപ്പെക്സ്. ഇതിന് നമ്മൾ O എന്ന് പേര് കൊടുക്കും. ഓക്കെ. സോ നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ ആണിത്. ടോപ്പ് വ്യൂവിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ട്രയാങ്കുലർ ഫേസസ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ട്രയാങ്കുലർ ഫേസസ് എല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. 2D നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ ഫ്രണ്ട് വ്യൂവിലോട്ട് പ്രൊജക്ട് ചെയ്യും. ഇതിനെല്ലാം നമ്മൾ ഫ്രണ്ട് വ്യൂവിലോട്ട് പ്രൊജക്ട് ചെയ്യും. സോ ഫ്രണ്ട് വ്യൂവിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്
ഇതാ ഇവിടെ ഓരോ പോയിന്റും കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുക. BC ആൻഡ് AD ഇത് രണ്ടും XY ലൈനിൽ പ്രൊജക്റ്റ് ചെയ്യണം. BC AD XY ലൈനിൽ പ്രൊജക്റ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡയമെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഡയമെൻഷൻ ഇവിടെ മീൻസ് നെയിമിംഗ് കൊടുക്കണം. നെയിമിംഗ് കൊടുക്കുന്ന ഓർത്തോണം. ഫസ്റ്റ് ഇവിടെ ഈ പോയിന്റിൽ എന്തൊക്കെ കാണും? ഒറ്റ പോയിന്റിൽ A' കാണും ആൻഡ് D' കാണും. ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് A' കാണും, D' കാണും. ഇവിടെ ആണെങ്കിൽ നമുക്ക് B' കാണും, C' കാണും. B' കാണും, C' കാണും. ഈ ഒറ്റ പോയിന്റിൽ തന്നെ രണ്ടും നമുക്ക് കാണാൻ പറ്റും. A', D' ആൻഡ് B', C'. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റാത്ത ഏതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് D' കാണാൻ പറ്റില്ല, ഇവിടെ നമുക്ക് C' കാണാൻ പറ്റില്ല. ഈ എൻഡിൽ നമുക്ക് എന്തൊക്കെ കാണുക വെച്ചാൽ B' ആൻഡ് C'. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഏതെന്ന് വെച്ചാൽ B. ഏറ്റവും താഴെയുള്ളതൊക്കെ കാണാൻ പറ്റും. A', B' ഫ്രണ്ടിൽ കാണാൻ പറ്റും. പുറകിലായിട്ടുള്ളതിന് നമുക്ക് C നമുക്ക് കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഇനി നമുക്ക് ട്രയാങ്കിളിനെ കംപ്ലീറ്റ്, ഈ പിരമിഡിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെയും കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്യുക. പോയിന്റ് Oയും കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്യണം മുകളിലോട്ട്. O എത്ര ദൂരം പ്രൊജക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവിടെ നിന്നും എക്സിൽ നിന്നും നമ്മൾ അതിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്നും ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് 60 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഹൈറ്റ് എത്രയാണോ ഇവിടെ നിന്ന് നമ്മൾ 60 mm മെഷർ ചെയ്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. 60 mm മെഷർ ചെയ്ത് നമ്മളിവിടെ അതിനെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നും XY ലൈൻ തൊട്ട് ഇതിന്റെ ടോപ്പ് വരെ എത്രയാണോ 60 mm അതുവരെ മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഡയമെൻഷൻ ചെയ്യണം. XY ലൈനിൽ നിന്നുമാണ്. ഈ XY ലൈനിൽ നിന്നും നമ്മൾ 60 mm മെഷർ ചെയ്ത് ഇവിടെ ഡയമെൻഷൻ ചെയ്യണം. കുറച്ചിങ്ങോട്ട് മാറ്റി ചെയ്താൽ മതി. സോ ദിസ് ഇസ് 60 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് XY ലൈൻ തൊട്ട് ഇതിന്റെ അപ്പെക്സ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് O വരെ. ഇവിടെ O നമ്മൾ എങ്ങനെ എഴുതും? O' എന്ന് എഴുതും. ബിക്കോസ് ഈ Oയുടെ ഫ്രണ്ട് വ്യൂ ആണിത്. സോ ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ഈ രണ്ട് A'-ഉം O' നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ B'-ഉം O' നമുക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് A'-ഉം O' ജോയിൻ ചെയ്യാം. അതേപോലെ B'-ഉം O' നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അതാ ഈ ബേസും കൂടെ എയും ബിയും കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. ഇത്രയും ഡാർക്കൻ ചെയ്യുന്നതിന്റെ കാര്യം ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂവിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്? ഈ പിരമിഡ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രണ്ട് വ്യൂ ഒരു ട്രയാങ്കിൾ ആയിട്ടും ടോപ്പ് വ്യൂ ഒരു സ്ക്വയർ ആയിട്ടും, ആ സ്ക്വയറിന്റെ ഡയഗണൽസ് എല്ലാം ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ. സോ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് സിമ്പിൾ പൊസിഷൻ. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പൊസിഷൻ. സോ ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഇത് വരയ്ക്കണം. എന്നാൽ ഇത് ഈ പൊസിഷൻ വരച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി പൊസിഷൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ആക്സിസ്. ഈ ഓയിൽ നിന്നും ബേസിൽ നിന്നും ടോപ്പ് അപ്പെക്സ് വരെ നമുക്ക് കണക്ട് ചെയ്യുന്ന ലൈനിന്റെ പേരാണ് ആക്സിസ് ലൈൻ. ഈ ബേസ് തൊട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ബേസ് തൊട്ട് അപ്പെക്സ് വരെ കണക്ട് ചെയ്യുന്ന ഈ ലൈനിന്റെ പേരാണ് ആക്സിസ് ലൈൻ. സോ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വിടാം. കുറച്ചുകൂടെ ഡാർക്കൻ ചെയ്ത് ബ്ലാക്കിൽ തന്നെ നമുക്ക് ആക്സിസ് ലൈൻ വരയ്ക്കാനൊരു മെത്തേഡ് ഉണ്ട്. ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ. ലൈക്ക് വൈസ് നമ്മൾ ആക്സിസ് ലൈൻ ഇങ്ങനെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നേരെ ഇരിക്കുന്ന ആക്സിസിനെ ഒരു 40 ഡിഗ്രി HP ടിൽറ്റ് ചെയ്യണം.
ആക്സിസ് ഇൻക്ലിനേഷൻ ഇസ് ആക്ച്വലി നോൺ ആസ് തീറ്റ. തീറ്റ ആയിരിക്കും നമ്മുടെ ആക്സിസ് ഇൻക്ലിനേഷൻ. ഇവിടെ എഴുതിയ പക്ഷേ സ്ഥലം തികയൊന്നും എനിക്കറിയില്ല. സോ ഇവിടെ ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ തീറ്റയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ആക്സിസിന് 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യാം. അതിങ്ങനെ ഈ ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസ് ഇത് ഓ വരെ ഉള്ള ഫേസ് തൊട്ട് ഓ വരെ ഉള്ള ആക്സിസിനെ 40 ഡിഗ്രി നമുക്ക് ഇൻക്ലൈൻ ചെയ്യാം. സോറി 40 ആണോ, 40 ഡിഗ്രി നമുക്ക് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ പോയിന്റ് ബി ഒക്കെ ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ട് നമ്മൾ എയും ബിയും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യണം. എയും മാർക്ക് ചെയ്യണം, ബിയും മാർക്ക് ചെയ്യണം. അതായത് എ ഡാഷ് ബി ഡാഷ് ഒക്കെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആംഗിളിനെ നമുക്കിതാ ഇതിന്റെ ആംഗിളായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ 40 ഡിഗ്രിയെ ഇതിന്റെ ആംഗിളിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു inclination of base, that is equal to 90 minus 40 എന്ന് 50 ഡിഗ്രി എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് ഈ 40 ഡിഗ്രി ഇൻക്ലിനേഷനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻക്ലിനേഷനായിട്ട് ഈ ബേസ് ലൈൻ ഉണ്ടല്ലോ എ ഡാഷ് ബി ഡാഷ്, ആ ലൈനിന്റെ ഇൻക്ലിനേഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ഇത് ഇവിടെ 40 ആണെങ്കിൽ ദിസ് വിൽ ബി 90 minus 40. ദിസ് ഇസ് ആക്ച്വലി ദിസ് ആംഗിൾ ഇസ് 90 minus 40. ഓക്കെ, ഇപ്പോൾ 50 ഡിഗ്രി ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് അറിയാം ആക്സിസ് നമുക്ക് ഈസി ആയിട്ട് അതിനെ വരയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് ബേസിന് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചാൽ മതി. ദാറ്റ് ഇസ് ആ എ ഡാഷ് ബി ഡാഷിനെ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചാൽ മതി. അത് എളുപ്പമുള്ള കാര്യമാണ്, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. സോ ഞാനിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ട്, നന്നായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങോട്ട് വിടുന്നു. കാരണം നമുക്ക് ഇനി ഒരുപാട് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് സഫീഷ്യൻറ്റ് സ്പേസ് വിട്ടിട്ട്, പക്ഷെ നിങ്ങളുടെ A4 ഷീറ്റിൻ്റെ അകത്ത് നിൽക്കാൻ വേണം. എന്നിട്ട് ഞാൻ എൻ്റെ സ്കെയില് 50 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ചെയ്യണം. സ്കെയിൽ 50 ഡിഗ്രി, ഇത് അങ്ങോട്ട് 50 ഡിഗ്രിയിലോട്ട് എൻ്റെ സ്കെയിൽ ഞാൻ വെച്ചു, 50 ഡിഗ്രി ആംഗിൾ വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നൊരു ഇത് മെഷർ ചെയ്തു, എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് മെഷർ ചെയ്തു. എത്രയായിരിക്കും അത്? ഈ പ്രോബ്ലത്തിൽ 40 തന്നെയാണ്. സോ ആ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ ബി ഡാഷ് എന്നൊരു പോയിന്റ് ഇവിടെ വെച്ചിട്ട് 40 mm ഞാൻ ദാ ഇങ്ങോട്ട് വരച്ചു. ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത പോയിന്റ് ഇതേ ബി ഡാഷ് തന്നെയാണ്. ഇത് ബി ഡാഷ് തന്നെയായിരിക്കും ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ബി ഡാഷ്. അതിന്റെ പുറകിൽ എനിക്കുള്ളത് സി ഡാഷ്, ബി ഡാഷിന്റെ പുറകിലായിട്ട് സി ഡാഷ്. അതേപോലെ ഇത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം കേട്ടോ. 40 mm ആയിരിക്കണം ഈ ലൈനിന്റെ ലെങ്ത്. 40 mm മെഷർ ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്ത് ഫിക്സ് ചെയ്യും, ഇത് എ ഡാഷ്, അതിന്റെ പുറകിൽ ഡി ഡാഷ്. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു എന്ത് ചെയ്യാൻ, ഒരു കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എ ഡാഷ് ബി ഡാഷ് എന്നൊക്കെ കൊടുക്കുന്നതിന് വരെ നമുക്ക് അടുത്തൊരു നെയിം കൊടുക്കാം, A1 B1 അങ്ങനെ കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് എ ഡാഷ് ബി ഡാഷ് എന്ന് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ can give it as A1 B1 likewise. സോ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും. നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എയും ബി നേരത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു B1, ഇവിടെ C1, അതേപോലെ ഇവിടെ A1, ഇവിടെ D1 എന്ന് കൊടുക്കുന്നു. ബാക്കി ഒന്നിലും വ്യത്യാസമില്ല. ഇവിടെ എന്തുണ്ടോ അതിനെ തന്നെയാണ് നമ്മളിവിടെ വരച്ചത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കുന്നു. അതായത് ബി തൊട്ട് ഇവിടെ വരെയുള്ള ഈ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ടോട്ടലിന്റെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്തിനാണ് ഇവിടെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തത്? അതുവഴി ഞാനിപ്പോൾ എന്ത് വരയ്ക്കാൻ പോവാണ്, ഈ ആക്സിസിനെ വരയ്ക്കാൻ പോവാണ്. അതുവഴി ഞാൻ ഈ ആക്സിസിനെ വരയ്ക്കാൻ പോവാണ്. സോ ഈ മിഡ് പോയിന്റ് വഴി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എൻ്റെ ആക്സിസ് വരയ്ക്കാൻ പോകുന്നു. ആക്സിസ് വരയ്ക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ദിസ് ഇസ് ആക്ച്വലി പെർപെൻഡിക്കുലർ. ഈ ആക്സിസ് ഈ എ ഡാഷ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം വരയ്ക്കാൻ.
എ ഡാഷ് ബി ഡാഷിന് സ്ട്രെയിറ്റ് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ആക്സസ് വരയ്ക്കാൻ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇത് സ്കെയിൽ വെച്ച് നോക്കാൻ പറ്റും. ഇതാ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും രണ്ടും ഒരേ ലൈനിലാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത് ഈ ലൈനിന്റെ നേരെ വെച്ചാൽ മതി. ഇതാ ഈ ഏതെങ്കിലും ഒരു പോയിന്റ്, ഞാനിതാ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്തു, അത് രണ്ടും ഒരേപോലെ ആയെന്ന് നോക്കണം. സോ നൗ ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ. അപ്പം ഇത് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പം നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ ആക്സിസ് വരയ്ക്കുകയാണ്. ആക്സിസ് ഇതാ ഞാൻ വരയ്ക്കുന്നു ഇവിടെ നിന്ന്. സോ ഇവിടെ നിന്നിട്ട് അങ്ങ് തുടങ്ങിക്കോളാം. ഒരു വലിയ ലൈൻ, ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ, ലൈക്ക് വൈസ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആക്സിസ് എൻഡ് വരെ വരയ്ക്കേണ്ട. അങ്ങനെയാണ്. സോ ഇതങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? ഇതിന്റെ ലെങ്ത് 60 mm. ഇതേ 60 തന്നെ ആയിരിക്കും ഇവിടുത്തെ ലെങ്ത്. ഈ ബേസ് തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ 60 mm തന്നെ ആയിരിക്കും. സോ ദിസ് വിൽ ബി O1 ഡാഷ്. 60 mm മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇതേ 60 മെഷർ ചെയ്ത് ഈ ബേസിൽ നിന്നും 60 അവിടെ മെഷർ ചെയ്ത് നമുക്ക് O1 ഡാഷ് എന്ന് പേര് വെക്കാം. എന്ന് പറഞ്ഞാൽ ഈ ബേസ് തൊട്ട് ഇതുവരെ സെയിം 60 mm. പിന്നെ നമുക്ക് റബ്ബ് ചെയ്യാം. നൗ യു ക്യാൻ ജോയിൻ these things, A1 dash, O1 dash, A1 dash, O1 dash. Okay. Join A1 dash, O1 dash, likewise B1 dash, O1 dash. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. നാളെ എക്സാം എഴുതുമ്പോൾ പെൻസിലേ യൂസ് ചെയ്യാവുള്ളൂ, കളർ പെന്നോ അങ്ങനെ ഒന്നും യൂസ് ചെയ്ത് കളയരുത്. ഞാൻ നിങ്ങൾക്ക് ഇത് ഡയഗ്രാം ഓരോന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കളറിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പെൻസിൽ തന്നെ യൂസ് ചെയ്യണം. ഇത് H, ഇതും H. ബാക്കി ഈ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 2H. അങ്ങനെ നിങ്ങൾ വരച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതാ ഈ ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്തു, 40 ഡിഗ്രിക്ക് ഇൻക്ലൈൻ ചെയ്തു. അതായത് ഈ ആംഗിൾ 50 ഡിഗ്രി നമ്മൾ അങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് എന്ത് ചെയ്തു, ഈ നേരെ ഇരുന്ന പിരമിഡിനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് ചരിച്ചു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി, ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ കിട്ടണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിൽ എടുക്കുക, സ്കെയിലിൽ നിന്ന് സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇപ്പൊ 90 ഡിഗ്രിയിലോട്ട് വെക്കുക. സ്കെയിലിനെ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് നമ്മളിപ്പോൾ വരയ്ക്കണം. ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. എ ഡാഷിൽ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട്, അടുത്ത് B1 ഡാഷ് അതിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട്, ദെൻ O1 ഡാഷ് അതിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട്, നെക്സ്റ്റ് C1 ഡാഷ്, അടുത്ത പോയിന്റ് C1 ഡാഷ് ആണ്. C1 ഡാഷിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട് വരയ്ക്കണം. പക്ഷെ C1 ഡാഷും B1 ഡാഷും നമുക്ക് ഒരേ പോയിന്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഫൈനലി D1 ഡാഷ്, അവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ നമുക്ക് താഴോട്ട് വരയ്ക്കണം. പക്ഷേ D1 ഡാഷും എവിടെ തന്നെയാണ് ഇരിക്കുന്നത്, A1 ഡാഷിന്റെ കൂടെയാണ് D1 ഡാഷും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും മാത്രം മതി. ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കെയിലിനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുന്നു. നമ്മുടെ സ്കെയിൽ ഹൊറിസോണ്ടലായിട്ട് വെക്കും. ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് AB ഉണ്ടല്ലോ, AB എന്ന് പറയുന്ന ഈ ലൈൻ AB, ഈ ABയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പ്രൊജക്ഷൻ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ABയിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നു. ആ ABയിൽ നിന്ന് വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻ എൻ്റെ A1 ഡാഷിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ, AB-യിൽ നിന്ന് ഞാൻ വരച്ച പ്രൊജക്ഷൻ ലൈൻ ഇവിടെ ഉള്ള A1 ഡാഷിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പോയിന്റിന്റെ പേരാണ് A1. കാരണം എയും A1 ഡാഷ് ഇത് ഒരേ ലൈനിൽ ഇരിക്കുന്നു, അതേപോലെ A1 ഡാഷ് A1 രണ്ടും ഒരേ ലൈനിൽ എനിക്ക് കിട്ടണം. ഓക്കെ. സോ എയിൽ നിന്നൊരു ലൈൻ വരയ്ക്കുന്നു, A1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ, അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ A1. അടുത്ത് ഇവിടെ തന്നെയാണ് B ഉള്ളത്. അപ്പോൾ ബിയിൽ നിന്നും ഞാൻ വീണ്ടും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം, കാരണം ബിയിൽ നിന്നും സെയിം ലൈനാണ് പോകുന്നത്. അത് എവിടം വരെ പോകണം, B1 ഡാഷ് വരെ പോകണം. ബിയിൽ നിന്നുള്ള ലൈൻ B1 ഡാഷ് വരെ പോകണം. അപ്പോൾ B1 ഡാഷിൽ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പോയിന്റ് ആണ് B1. ഈ പോയിന്റിന്റെ പേരാണ് B1. നെക്സ്റ്റ്
അടുത്ത് ഞാൻ വരയ്ക്കുന്നു ഡിയും സിയും. ഡിയിൽ നിന്നും സിയിൽ നിന്നും ഞാൻ അതേപോലെ ലൈൻസ് വരയ്ക്കുന്നു. ഡിയിൽ നിന്നും സിയിൽ നിന്നും ഞാൻ അതേപോലെ ലൈൻസ് വരയ്ക്കുന്നു. പ്രൊജക്ഷൻ ലൈന് ഇങ്ങനെ ലൈറ്റ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഡിയിൽ നിന്ന് വരച്ച ലൈൻ, ഡിയിൽ നിന്ന് വരച്ച ലൈൻ എനിക്ക് എവിടെ പോയി മീറ്റ് ആയെന്ന് വെച്ചാൽ ഞാൻ D1 ഡാഷ് ഇവിടെ നിന്ന് D1 ഡാഷിൽ നിന്ന് വരച്ച ലൈനിൽ പോയി മീറ്റ് ആയി. ഡിയിൽ നിന്ന് വരച്ച ലൈൻ എനിക്ക് ആ പോയിന്റ് ആണ് എൻ്റെ D1. സിമിലർലി ഡിയുടെ അടുത്ത് തന്നെയാണ് സി, അതേ ലൈനിൽ തന്നെയാണ് സി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ലൈൻ ഒന്നുകൂടെ എൻ്റെ C1 ഡാഷിന്റെ അവിടെ നിന്ന് വരുന്ന ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. C1 ഡാഷിൽ നിന്നും വരുന്ന ലൈൻ വരെ ഞാൻ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് C1 ഡാഷിൽ വന്ന് ടച്ച് ചെയ്യും. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിന് ഞാൻ പറയും C1 എന്ന് പറയും. ഈ പോയിന്റ് C1 ഡാഷിന് നേരെ വരുന്ന C1 എന്ന് പറയും. നിങ്ങൾ ഓർക്കേണ്ടത് ഇത് തമ്മിൽ നല്ല ഗ്യാപ്പ് കാണും കേട്ടോ. നല്ല ഗ്യാപ്പ് അല്ല, സാമാന്യം നല്ല ഗ്യാപ്പ് വിട്ടയക്കണം. ഇത് ഫിക്സഡ് ഡിസ്റ്റൻസ് ഒന്നുമല്ല, ഇത് എത്രയും ഫിക്സഡ് ഡിസ്റ്റൻസ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ HP ആണ്. അപ്പൊ ടോപ്പ് വ്യൂ കുറച്ച് XY ലൈനിൽ നിന്ന് താഴോട്ടായിരിക്കും വരുന്നത്. ഫ്രണ്ട് വ്യൂ നമുക്ക് XY ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പക്ഷെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് വെക്കണം എന്നൊന്നുമില്ല. കുറച്ച് നമുക്കിത് ഞാനിപ്പോൾ എഴുതിയപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് വന്നു. സോ അങ്ങനെ ഒന്ന് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നീറ്റ് ആയിട്ട് വരുന്ന പോലെ സഫീഷ്യന്റ് ഡിസ്റ്റൻസ് വിടണം ഈ XY ലൈനിനും ഈ സ്ക്വയറിനും തമ്മിൽ. അത് ഓർത്തേക്കുക. നെക്സ്റ്റ് പോയിന്റ് O ആണ്. ഓയിൽ നിന്നും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അത് എനിക്ക് എവിടെ പോയി മീറ്റ് ചെയ്യണം? ഓയിൽ നിന്ന് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഷുഡ് മീറ്റ് ദ പ്രൊജക്ഷൻ ലൈൻ ഫ്രം O1 ഡാഷ്. ഓയിൽ നിന്നും വരച്ച സ്ട്രെയിറ്റ് ലൈൻ O1 ഡാഷിൽ നിന്നും വന്ന സ്ട്രെയിറ്റ് ലൈനിൽ പോയി മീറ്റ് ചെയ്യണം. അപ്പൊ ആ പോയിന്റ് ഞാൻ പറയുന്ന പേരാണ്, സോ ഈ പോയിന്റ് ഞാൻ പറയുന്ന പേരാണ് O1. ഈ പോയിന്റ് ഞാൻ പറയും O1 എന്ന് പറയും. Now I can join all the triangles. ഇതെല്ലാ സൈഡും എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എനിക്ക് ഇതിൽ ഏത് കാണാൻ പറ്റില്ലെന്ന് പറയൂ? BC ഇങ്ങനെയല്ല ഇരിക്കുന്നത്. പിരമിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിലിപ്പോ റെസ്റ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുമ്പോൾ BCയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. BC ഇതിലാണ്, അല്ലെങ്കിൽ B1 C1 ഇതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് എനിക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റും, ബാക്കിയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം എനിക്ക് കാണാൻ പറ്റാത്ത B1 C1 ഞാൻ എന്തിൽ വരയ്ക്കുന്ന വെച്ചാൽ ഒരു ഡോട്ടഡ് ലൈൻ ആക്കി വരയ്ക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഡോട്ടഡ് ലൈനിന്റെ അർത്ഥം എനിക്കത് കാണാൻ പറ്റില്ല എന്നാണ്. ഡോട്ടഡ് ലൈനിൽ ഞാൻ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് ആ പെർട്ടിക്കുലർ ലൈൻ ബിയും സിയും കണക്ട് ചെയ്യുന്ന ലൈൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാനിത് എവിടെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ എനിക്ക് ബാക്കിയൊക്കെ കാണാൻ പറ്റും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ എയും ഡിയും കണക്ട് ചെയ്യുന്ന ലൈനൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഡി ഫ്രണ്ടിൽ കണ്ടില്ലെങ്കിൽ പോലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ എയും ഡിയും കണക്ട് ചെയ്യുന്ന എഡ്ജൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ എനിക്ക് എന്ത് കാണാൻ പറ്റും? എയും ബിയും കണക്ട് ചെയ്യുന്ന എഡ്ജ് എനിക്ക് കാണാൻ പറ്റും. എയും ബിയും കണക്ട് ചെയ്യുന്ന എഡ്ജ് എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. എയും ബിയും കണക്ട് ചെയ്യുന്ന ഈ എഡ്ജ് ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. സോ ഇത് ഡാർക്കൻ ചെയ്ത് തന്നെ വരയ്ക്കാം. സിമിലർലി ഡിയും സിയും ഡി എനിക്ക് കാണാമെങ്കിൽ ഡിയും സിയും തമ്മിലുള്ള എഡ്ജും എനിക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. അതിൽ എനിക്കൊരു കുഴപ്പമില്ല. സോ ഇത് ഇത്രയും എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ബാക്കി എന്താണ്? ഇനി എല്ലാ പോയിന്റിൽ നിന്നും എനിക്ക് ഇതിലോട്ട് കണക്ഷൻ ചെയ്യാം. C1 to O1, B1 to O1 അങ്ങനെ എല്ലാ പോയിന്റുമായിട്ട് ഞാൻ അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യും. സോ അങ്ങനെയല്ലേ നമ്മുടെ സ്ക്വയർ പിരമിഡ് വരയ്ക്കേണ്ടത്. അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്തല്ലേ നമ്മൾ വരയ്ക്കേണ്ടത്. സോ പിന്നെ ഓരോ പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ അങ്ങനെ അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഡയഗ്രാം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി വിസിബിൾ. എല്ലാ പോയിന്റും വിസിബിൾ ആയിരിക്കും എക്സെപ്റ്റ് ബി ആൻഡ് സി. ബിയും സിയും ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സും എനിക്ക് വിസിബിൾ ആയിരിക്കും. സോ അങ്ങനെയാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ബി സി ഇതൊഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് വിസിബിൾ ആയിരിക്കും. ഞാൻ എല്ലാം ബാക്കി കണക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് C1 to O1 ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാ C1 to O1
then B1 to O1, അതേപോലെ ബാക്കിയുള്ളത് D1 to O1, D1 തൊട്ട് D1 നിന്ന് O1 വരെ ഉള്ള ഈ സ്ലാൻഡ് എഡ്ജ്. നെക്സ്റ്റ് A1 ൽ നിന്നും O1 സ്ലാൻഡ് എഡ്ജ്. A1 ൽ നിന്നും O1 സ്ലാൻഡ് എഡ്ജ്. സോ ഇങ്ങനെയായിരിക്കും ഞാൻ കണക്ട് ചെയ്യുന്ന എൻ്റെ ടോപ്പ് വ്യൂ. എനിക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. സോ ബാക്കി കുറച്ച് ലൈൻസ് ഒക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ നമുക്കങ്ങ് റബ്ബ് ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത ലൈൻസിനെയൊക്കെ നമുക്കങ്ങ് റബ്ബ് ചെയ്ത് കളയാം. ഓക്കെ. സോ നമുക്കിപ്പോൾ 2 കണ്ടീഷൻ കഴിഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞു, ആക്സിസ് ഇൻക്ലിനേഷൻ കഴിഞ്ഞു. സോ ഇത്രയും വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 12 മാർക്ക് കിട്ടും. 20 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 12 മാർക്സ് ഇത്രയും വരച്ചാൽ കിട്ടും. ബാക്കി ലാസ്റ്റ് പോർഷൻ അത് 6 തൊട്ട് 8 വരെ മാർക്ക്, 6 മാർക്കൊക്കെ ഉള്ളൂ ലാസ്റ്റ് കണ്ടീഷൻ. അതിപ്പോ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ബേസ് ഉണ്ടല്ലോ, റെസ്റ്റ് ചെയ്യുന്ന ബേസ്, BC എന്ന് പറയുന്ന റെസ്റ്റ് ചെയ്യുന്ന ബേസ് ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. എങ്ങോട്ട് തിരിച്ചു? എവേ ഫ്രം VP. ഈ ബേസിനെ ഞാൻ എന്താ VP-ന്ന് ദൂരോട്ട് തിരിച്ചു, VP-യിൽ നിന്നും ദൂരോട്ട് തിരിച്ചു റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബേസിന്. ഇപ്പൊ ഈ ബേസിന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ച് ഞാൻ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. ഈ BC എന്ന് പറയുന്ന ഈ B1 C1 എന്ന് പറയുന്ന ബേസിന് ഒരു പെർട്ടിക്കുലർ ആംഗിളിലോട്ട് ഇൻക്ലൈൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ പിരമിഡ്, എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ആയിരിക്കും ആ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതേ ഡയഗ്രാമിന് നമ്മൾ ഇങ്ങനെ തിരിച്ചു വരയ്ക്കണം. എന്നിട്ട് ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, പ്രൊജക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു. ആപെക്സിന് എന്ത് ചെയ്തു? XY ലൈനിൽ നിന്ന് ദൂരത്തോട്ട് തിരിച്ചു. അതിന് കാരണം ഒരു ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. പേപ്പറിന്റെ റൈറ്റ് സൈഡ് അതാണ് നമ്മൾ നോക്കേണ്ട. കയ്യിൽ നമ്മുടെ പേപ്പറിന്റെ റൈറ്റ് സൈഡാണ് നോക്കേണ്ടത്. പേപ്പറിന്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ തിരിച്ചു. റൈറ്റ് സൈഡിൽ തന്നെ എങ്ങോട്ട് തിരിച്ചു? എവേ ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ദൂരോട്ട് തിരിച്ചു. അപ്പൊ അപെക്സ് ഇവിടെ കിട്ടും. സോ നമ്മൾ ഇനി അതാണ് വരയ്ക്കാൻ പോകുന്നത്, തേർഡ് കണ്ടീഷൻ. സോ തേർഡ് കണ്ടീഷൻ വരയ്ക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ഇത് കുറച്ച് ഞാൻ അങ്ങോട്ട് നീക്കി വെക്കുന്നത്. എനിക്ക് സ്പേസ് വേണ്ടി വരും. നിങ്ങൾ ആ സ്പേസ് മാനേജ്മെന്റ് ഒന്ന് നോക്കിക്കോണേ, നിങ്ങൾ എക്സാം വരയ്ക്കുന്ന സമയത്തൊക്കെ, എക്സാമിൽ ഈ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി XY ലൈനിനെ കൂടെ കുറച്ചൊന്ന് അങ്ങോട്ട് നീക്കാം. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ റെസ്റ്റിംഗ് ബേസ് ഉണ്ടല്ലോ, റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് എഡ്ജിനെ 45 ഡിഗ്രിയിലോട്ട് തിരിക്കാൻ പോവാണ്. അതായത് B1 C1 45 ഡിഗ്രിയിലോട്ട് തിരിക്കാൻ പോവാണ്. അപ്പോൾ 45 ഡിഗ്രിയിലോട്ട് തിരിക്കുമ്പോൾ കുറച്ച് സ്പേസ് എടുത്തിട്ട് സ്കെയിൽ 45 ഡിഗ്രിയിൽ വെക്കണം. 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതാ ഇവിടെ നിന്നും ഒരു 45 ഡിഗ്രി ലൈൻ നമ്മൾ വരയ്ക്കണം. കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വരയ്ക്കാം, കാരണം നമുക്ക് ചിലപ്പോൾ കൺജസ്റ്റഡ് ആയപ്പോൾ. സോ കുറച്ച് സഫീഷ്യൻറ്റ് ഡിസ്റ്റൻസ് വിട്ട് വരയ്ക്കണം. നമുക്ക് സോ 45 ഡിഗ്രിക്ക് ഒരു ലൈൻ ഞാനിപ്പോൾ ഇതാ വരച്ചു. സോ 45 ഡിഗ്രിക്ക് ഞാനൊരു ലൈൻ വരച്ചു. സോ ഇവിടെ മാർക്ക് ചെയ്തു 45 ഡിഗ്രി എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തു. 45 ഡിഗ്രി ടു VP. എന്നിട്ട് ഈ B1 C1 എന്നുള്ള ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് C1, ഇത് എത്ര ഇവിടെ ലൈനിൽ എവിടെയെങ്കിലും കുറച്ച് താഴോട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് C1 ഇവിടെ മാർക്ക് ചെയ്തു. C1 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുമ്പം ഐ വിൽ മാർക്ക് ഇറ്റ് ആസ് C2 എന്ന് മാർക്ക് ചെയ്യും.
ജസ്റ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഇതേ C1 തന്നെയാണ് ഞാൻ ഇവിടെ C2 എന്നുള്ള പേര് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പസ് യൂസ് ചെയ്ത് C1 B1 ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. കോമ്പസ് അല്ലെങ്കിൽ ഡിവൈഡർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. C1 B1 മെഷർ ചെയ്ത് ഇതാ ഇവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് B2 എന്ന് മാർക്ക് ചെയ്യാം. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. ഇതേ C1 B1 ഡിസ്റ്റൻസിന് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, കുറച്ച് സ്പേസ് വിട്ട് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് B1 A1 വരയ്ക്കണം, C1 D1 വരയ്ക്കണം. പക്ഷെ ഇതെന്താണ്, C1 D1 ഉം B1 A1 ഒക്കെ ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പൊ നമുക്ക് ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, സ്ട്രെയിറ്റ് ലൈൻ എന്ന രീതിയിൽ തന്നെ കിട്ടും. സോ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് B എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതേപോലെ ഇവിടെ C എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, സോ അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമുക്ക് അതേ ഡിസ്റ്റൻസ് B1 ഉം ഏതുമാണ് കണക്റ്റഡ്, B1 A1 ആണ് കണക്റ്റഡ്. സോ നമ്മൾ ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ബിയിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എത്ര ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ഇതേ ലെങ്ത്, ഈ A1 ഉം B1 ഉം എത്ര ഡിസ്റ്റൻസ് ആണോ അതേ ഡിസ്റ്റൻസ് ആണ് ഞാൻ ബിയിൽ നിന്നും വരയ്ക്കുന്ന ഈ ലൈൻ. ബിയിൽ നിന്നും ഞാൻ A വരെ വരയ്ക്കുന്ന ലൈൻ. സോ ദിസ് വിൽ ബി പെർപെൻഡിക്കുലർ. ഇത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ടേ വരയ്ക്കാവുള്ളൂ. ഇത് 40 mm ആയിരിക്കില്ല, ഇപ്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. B1 A1 40 ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസ്. നമ്മൾ ഇനിഷ്യൽ 40 കാണില്ല ഇവിടെ. അപ്പൊ നിങ്ങൾ ഇത് കോമ്പസ് വെച്ച് മെഷർ ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാവുള്ളൂ. സിമിലർലി ഈ പോയിന്റും അതേപോലെ തന്നെ C തൊട്ട് 40 mm മെഷർ ചെയ്തിട്ട് നമ്മളൊരു ലൈൻ 40 mm അല്ല, സോറി, സിയിൽ നിന്നും D1 വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. D1 വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. നമ്മൾ അതിന് D2 എന്ന് പേര് കൊടുക്കും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തേ മാർക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ ഓക്കെ, സോ ഇനി ഞാൻ ഇതിനെ ജോയിൻ ചെയ്യാൻ പോവാണ്. A2 ആൻഡ് D2 ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ സാർ. പറയൂ സാർ, കീർത്തിക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ. സെക്കൻഡ്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ല. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി ഇപ്പൊ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. A2 ആൻഡ് D2 ജോയിൻ ചെയ്യാം. B2 ഉം C2 ഉം ഈ B1 C1 എങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഡോട്ടഡ് ലൈൻ ആണ്. കാരണം അത് നമുക്ക് കാണാൻ പറ്റാത്ത പോയിന്റ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇതിനെയും ജോയിൻ ചെയ്യുന്നത്. B2 C2 നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഈ ഡയഗ്രാം, ഈ ടോപ്പ് വ്യൂ ഫുള്ള് നമ്മൾ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. ഈ ഫുൾ ടോപ്പ് വ്യൂവിനെ നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കുന്നു, അത്രയും മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ചുകൂടെ താഴോട്ടാക്കി, കുറച്ച് കൺജസ്റ്റഡ് ആവും അല്ലെങ്കിൽ, അതുകൊണ്ടൊന്ന് താഴോട്ടാക്കിയ. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ പോയിന്റ് O ആണ് വരയ്ക്കേണ്ടത്. O വരയ്ക്കണം. O വരയ്ക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിന്റെ മിഡിൽ നിന്നും പോകുന്ന ലൈനില്ലേ, ഇതിന്റെ മിഡിൽ നിന്നും പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് Oയിൽ പോയി കണക്ട് ആവുന്നത്. സോ ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. A2 D2ന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇത് വരച്ചാൽ മതി. സോ
ഇവിടെ വരച്ചിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് തന്നെ മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റും. നിങ്ങൾ 60 mm ഒന്നും ഇവിടെ വെക്കേണ്ട. ഇവിടെ എന്താണോ കിട്ടിയ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ കൊണ്ട് എഴുതാം. ദാറ്റ് ഈസ്, അത് എത്രയാണോ അതേ ഡിസ്റ്റൻസ് ഡിവൈഡർ വെച്ചോ കോമ്പസ് വെച്ചോ മാർക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് O2 എന്ന് കിട്ടും. വി ക്യാൻ ജോയിൻ ഓൾ ദ പോയിന്റ്സ് ടു O2. നമുക്ക് O2 ആയിട്ട് എല്ലാ പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാം. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ അതേപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ അതേപോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഡിയിൽ നിന്നും O2-ലോട്ട് then A2, അതിൽ നിന്നും O2-ലോട്ട്. ഇതെങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എങ്ങനെ കിട്ടും നമുക്ക്? സോ ഇതായിരിക്കും ടോപ്പ് വ്യൂ. ഫൈനൽ ഇതാണ് ഫൈനൽ ടോപ്പ് വ്യൂ. ഇനി ഇതിനെ നമ്മൾ ഓരോന്നായിട്ട് പ്രൊജക്ട് ചെയ്യാൻ പോകുന്നു. സിമ്പിൾ ജോലി നേരത്തെ എന്ത് ചെയ്തോ അതേ പണിയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഓരോന്നായിട്ട് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഈ കണ്ടീഷൻ വരെ നമ്മൾ ഈസി ആയിട്ട് വരയ്ക്കും. വരച്ചു കഴിഞ്ഞിട്ട് ഈ റെസ്റ്റ് ചെയ്യുന്ന ബേസ് എന്ന് പറഞ്ഞാൽ ബിയും സിയും ആ എഡ്ജാണ് റെസ്റ്റ് ചെയ്യുന്നത്. B1 C1 ഈ എഡ്ജാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിന് ഞാൻ എന്ത് ചെയ്തു? ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചത്. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഇൻക്ലൈൻഡ് ടു VP. ഈ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഇസ് ഇൻക്ലൈൻഡ് ടു VP ആൻഡ് ദ അപ്പെക്സ് ഇസ് എവേ ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പെക്സ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും ദൂരത്തോട്ടാണ് ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പെക്സ് ഇങ്ങോട്ട് വരച്ചു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡയഗ്രാമിനെ എടുത്ത് അതേപോലെ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഡയമെൻഷൻസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. നേരെ ഇരുന്നതിന് ഒരു 45 ഡിഗ്രി ചരിച്ചു വരച്ചു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് വരയ്ക്കും? നേരത്തെ ചെയ്ത പോലെ ഓരോ പോയിന്റിൽ നിന്നും ഞാൻ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു. ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുകയാണ് മുകളിലോട്ട്. ഇവിടെ നിന്ന് A2, അതേപോലെ D2, അതേപോലെ C2, then B2 ഉണ്ടല്ലേ, B2, B2 കുറെ കൂടെ ദൂരെ വരും കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊക്കെ വരയ്ക്കുമ്പോൾ B2 കുറെ കൂടെ ദൂരമായിട്ട് വരും. ഓക്കെ, സോ B2 അങ്ങനെ വരച്ചു. ദെൻ ലാസ്റ്റ് O2-ൽ നിന്നും ഇവിടെ നിന്നും പ്രൊജക്ഷൻ ലൈൻ ഞാൻ മുകളിലോട്ട് വരച്ചു. ഓക്കെ, സോ എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു. ഇതൊക്കെ നമുക്ക് 2H പെൻസിൽ വെച്ചായിരിക്കും. ഈ പ്രൊജക്ഷൻ ലൈൻസും ഈ ഇൻക്ലൈൻഡ് ലൈനും ഒക്കെ 2H പെൻസിൽ ആയിരിക്കണം. ഒന്നും ഡാർക്ക് ആയിട്ട് കാണാൻ പാടില്ല, ഭയങ്കര ലൈറ്റ് ആയിരിക്കണം. കണ്ണിന് കാണാൻ പറ്റാത്ത ലെവലിൽ ലൈറ്റ് ആയിരിക്കണം. ഇനി എന്ത് ചെയ്യും? ഇനി എനിക്കിത് ഇവിടുത്തെ ഫൈനൽ ഫ്രണ്ട് വ്യൂ കിട്ടാൻ ഈ സെക്കൻഡറി ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഓരോ പോയിന്റിൽ നിന്ന് ഞാൻ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഞാൻ എന്താ A1 ഡാഷിൽ നിന്നും ലൈൻ വരച്ചു. A1 ഡാഷിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരച്ചു. അത് എവിടെ വരെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ A2-ൽ നിന്ന് പോകുന്ന പോയിന്റ് ഏതാണോ, A2 എന്നുള്ള പോയിന്റിൽ നിന്ന് പോകുന്ന ലൈൻ എവിടെയാണോ അവിടെ ഒന്ന് മീറ്റ് ചെയ്യണം. എൻ്റെ A2 ഡാഷ് അവിടെ വന്ന് A1 ഡാഷിൽ നിന്ന് വരയ്ക്കുന്ന ഇതേ ലൈൻ A2-ൽ നിന്ന് പോകുന്ന ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. ആ പോയിന്റ് ഞാൻ A2 ഡാഷ് എന്ന് വിളിക്കും. അതായത് A2-ന്റെ ഫ്രണ്ട് വ്യൂ. സിമിലർലി അടുത്ത് B ആണ്. B എവിടെ നിന്നാണ് പോകുന്നത്?
ബി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ തന്നെയാണ്. അപ്പൊ ബിയിൽ നിന്ന് ഈ ബി ഡാഷിൽ നിന്ന് പോകുന്ന ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈൻ തന്നെയാണ്. അപ്പൊ ആ എക്സ് വൈ ലൈനും എൻ്റെ B2 എവിടെയാണ്? B1 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. എൻ്റെ B2 എന്ന ലൈൻ ഇവിടെ പോകുന്നു. അപ്പോൾ ആ എക്സ് വൈ ലൈനിൽ നിന്ന് പോകുന്ന അതേ ലൈനിൽ ഞാനിവിടെ എഴുതും B2 ഡാഷ്. കാരണം ഇവിടെ തന്നെയാണ് B1 ഡാഷ്. B1 ഡാഷിന്റെ ലൈൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. B2 ൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടെ പോയി മീറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ അവിടെ എഴുതും B2 ഡാഷ് എന്ന്. നെക്സ്റ്റ് എനിക്ക് സി ആണ്. സി എവിടെയാണ്? സിയും അതിവിടെ തന്നെയാണ്. ബിന്റെ പുറകിലാണ് സി. അപ്പോൾ C1 ഡാഷിൽ നിന്ന് പോകുന്ന ലൈൻ C2 ൽ നിന്ന് പോകുന്ന ലൈനിൽ ഇതാ ഇവിടെ പോയി മീറ്റ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി നെയിംഡ് ആസ് C2 ഡാഷ്. സോ ദാറ്റ് വിൽ ബി നെയിംഡ് ആസ് C2 ഡാഷ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് എനിക്ക് ഡി ഉണ്ട്. ഡി എവിടെയാണ്? ഡി എവിടെയാണ് ഇപ്പൊ എനിക്ക് ഇരിക്കുന്ന? ഡി ഇതാണ്. A1 ഡാഷിൽ നിന്ന് പോകുന്ന അതേ ലൈനാണ് എനിക്ക് ഡിന്റെയും ലൈന്. A1 ഡാഷിന്റെ പുറകിലാണ് D1 ഡാഷ്. സോ ഞാൻ ഈ ലൈനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ D2 ഉണ്ടല്ലോ, D2 ൽ നിന്ന് പോകുന്ന ലൈൻ വരെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ അപ്പം എന്ത് മീറ്റ് ആവുന്ന വെച്ചാൽ ഐ വിൽ ഗെറ്റ് D2 ഡാഷ്. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാ പോയിന്റ്സും കിട്ടി. ഇപ്പൊ കിട്ടിയ പോയിന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഡാർക്കൻ ചെയ്തു. ഇനി ഓയും കൂടെ ഉണ്ടല്ലേ? യെസ്, ബാക്കി O ഉണ്ട്. O1 ഡാഷിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കും. O1 ഡാഷിൽ നിന്ന് വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻ O2 ൽ നിന്നും വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈനിൽ പോയി മീറ്റ് ആവും. അപ്പൊ ഈ പോയിന്റിനെ ഞാൻ വിളിക്കും O2 ഡാഷ്. ഇപ്പൊ എല്ലാ പോയിന്റ്സും നമുക്ക് ജോയിൻ ചെയ്യാം. സോ ഏതൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? A2 B2, B2 C2, C2 D2, അഗൈൻ D2 A2 എന്ന എല്ലാ കോർണറിൽ നിന്നും ഏതിലോട്ട്? O2 ഡാഷിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യും. സോ അതാണ് ഇനി ബാക്കിയുള്ളത്. സോ ഇതിൽ നമുക്ക് ഏതൊക്കെ കാണാൻ പറ്റും, ഏതൊക്കെ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് നോക്കണം. ഫ്രണ്ട് ആണ് ഇത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെ കാണാൻ പറ്റില്ല എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ കാണാൻ പറ്റുമായിരുന്നു? A1ഉം D1ഉം നമുക്ക് എന്താണ് പ്രശ്നം? A1ഉം D1ഉം എന്താ ഇവിടെയും കാണാൻ പറ്റില്ല. അത് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെയും നമുക്ക് കാണാൻ പറ്റാതെ തന്നെ ആവും. അപ്പോൾ നമുക്ക് A1 D1 ഇവിടെ കാണാൻ പറ്റില്ല, ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നില്ല A1ഉം D1ഉം. സോ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. A2 D2 ഡാഷ് അതിനെ കാണാൻ പറ്റില്ല. A1 B1 അതിനെ നമുക്ക് പാർഷ്യലായിട്ട് കാണാൻ പറ്റും. A1 B1 നമുക്ക് പാർഷ്യലായിട്ട് കാണാൻ പറ്റും. സോ വി ക്യാൻ ജോയിൻ ദീസ് ടു തിങ്സ്. ഈ ലൈനിനെ നമുക്ക് ജോയിൻ ചെയ്യാം. A2നെയും B2നെയും നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഒന്ന് നമുക്ക് ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങളത് പിരമിഡ് വെച്ചൊന്ന് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞ ശരി, പിരമിഡിനെ ഒന്ന് ടിൽറ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമുക്ക് റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും ചെയ്തോണ്ട് ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറയും, ഈ മോഡൽസ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വരാൻ പറയും. അപ്പോഴേ ഈ വിഷ്വലൈസേഷൻ നമുക്ക് കിട്ടും. പിന്നെ ബി സി എവിടെയാണ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത്? ബി സി നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും, കാരണം റെസ്റ്റ് ചെയ്യുന്നത് എക്സ് വൈ ലൈനിൽ തന്നെയാണ്. അപ്പോൾ ബിയും സിയും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. എക്സ് വൈ ലൈനിൽ റെസ്റ്റും ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈഡിലോട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി സി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കിയാണ് ബിയും സിയും. സോ അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിയും സിയും നമുക്ക് ഡാർക്കൻ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്തുള്ളത് ഡിയും സിയും ആണ്. ഡിയും സിയും എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്? ഡിയും സിയും രണ്ടും പുറകിലാണ്. ഡിയും പുറകിൽ, സിയും പുറകിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഡിയും സിയും ഒന്നും മുമ്പിൽ നിന്ന് നോക്കും. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്, നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എയും ബിയും കാണാൻ പറ്റുന്നുണ്ട്. ബിയും സിയും എക്സ് വൈ ലൈനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ കാണാൻ പറ്റും, കുറച്ച് ടിൽറ്റ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ സിയും ഡിയും ഇപ്പൊ പുറകിലാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് അതിനെ മറയ്ക്കാൻ ഒരുപാട് എഡ്ജസ് ഉണ്ട്. അപ്പൊ നമുക്ക് സിയും ഡിയും കാണാൻ പറ്റില്ല. അപ്പൊ സിയും ഡിയും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഡോട്ടഡ് ലൈൻസിൽ വരയ്ക്കും. സിയും ഡിയും നമ്മൾ ഡോട്ടഡ് ലൈൻസിൽ വരയ്ക്കും. ഡിയും സിയും നമ്മളിപ്പോൾ ഡോട്ടഡ് ലൈൻസിൽ വരയ്ക്കും. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇത് എല്ലാ പോയിന്റ്സുമായിട്ട് എനിക്ക് എങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും? O2 ഡാഷിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം എയിൽ നിന്ന് O2ലോട്ട് വരയ്ക്കുന്ന ലൈൻ കാണാൻ പറ്റും. ബിയിൽ നിന്ന് O2 ഡാഷിലോട്ട് വരയ്ക്കുന്ന, B2 ഡാഷിൽ നിന്ന് O2 ഡാഷിലോട്ട് വരയ്ക്കുന്ന ലൈൻ അതും കാണാൻ പറ്റും. C2 ഡാഷിൽ നിന്ന് O2 ഡാഷിലോട്ട് വരയ്ക്കുന്ന ലൈൻ അതും എനിക്ക് കാണാൻ പറ്റും. ഏത് കാണാൻ പറ്റില്ല? ഏറ്റവും പുറകിലുള്ള എഡ്ജായ
D2-ൽ നിന്നും O2 അത് ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇത്രയും കവർ ചെയ്യുന്നുണ്ട്. A2, B2, C2 ഇത്രയും കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പുറകിലുള്ള D2-ൽ നിന്നും D2' നിന്നും O2' പോകുന്ന ആ ഒരു സ്ലാൻഡ് എഡ്ജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ എല്ലാ എഡ്ജും ഒക്കെ വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് ഇത് മാത്രം ഡോട്ടഡ് D2' O2' ആ സ്ലാൻഡ് എഡ്ജ് മാത്രം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡോട്ടഡിൽ വരയ്ക്കും. ബാക്കിയൊക്കെ നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. ഇത് മാത്രം ഡോട്ടഡ് ആയിട്ട് വരച്ചാൽ മതി. ബാക്കി ഡാർക്കായിട്ട് നമുക്ക് വരയ്ക്കാം. അതായത് D2 to A2' അല്ലേ, A2' തൊട്ട് അതായത് A2' തൊട്ട് O2' ഡാർക്കായിട്ട് വരയ്ക്കാം. അതേപോലെ B2' O2' ഇതും ഡാർക്കായിട്ട് വരയ്ക്കാം. ദെൻ C2' O2' C2' O2' ഇതും ഡാർക്കായിട്ട് വരയ്ക്കാം. സോ ദിസ് വിൽ ബി അവർ ഫൈനൽ വ്യൂ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വ്യൂ. കണ്ടോളൂ, ഇങ്ങനെ ആയിരിക്കും ഈ 3 ഡയഗ്രാമും നമ്മൾ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. അത് നീറ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം. പിന്നെ ബാക്കിയുള്ള ഈ പ്രൊജക്ഷൻ ലൈനൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് സമയമുണ്ടെങ്കിൽ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ നീറ്റായിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി അവർ ഡ്രോയിങ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും. നാളത്തെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാനിപ്പോൾ തരാം, നിങ്ങൾക്ക് ഈ വീഡിയോ ലിങ്ക് തരാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ 5 മിനിറ്റിൽ തീർക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും. അതേപോലെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. നമ്പർ 2-ൽ ഞാൻ വലിയ വ്യത്യാസമൊന്നും വെക്കുന്നില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഞാൻ ഒരു മാറ്റവും വെക്കുന്നില്ല. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതേ സെയിം ക്വസ്റ്റ്യൻ, മോളിൽ എന്തുണ്ടോ അത്രേ ഉള്ളൂ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ എടുത്തത്. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഈ ലാസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് മാറ്റുന്നു. എവേ ഫ്രം വി പി എന്ന് കൊടുക്കുന്നതിന് പകരം, അസ്യൂം ദാറ്റ് apex of the pyramid is away from VP എന്ന് കൊടുക്കുന്നതിന് പകരം it is nearer to VP എന്ന് ഞാൻ മാറ്റി എഴുതുന്നു. അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഇതേ ഡേറ്റ എല്ലാം ഇത് തന്നെയാണ്. ഒറ്റ കാര്യം മാത്രമേ മാറ്റിയുള്ളൂ. എവേ ഫ്രം വി പി എന്ന് പറയുന്നതിന് പകരം നിയറർ ടു വി പി എന്ന് ഞാൻ മാറ്റി, അത്രേ ഉള്ളൂ. ആ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതേ ഡയഗ്രാം വീണ്ടും യൂസ് ചെയ്യാണ്. സിമ്പിൾ പൊസിഷനും സെക്കൻഡ് കണ്ടീഷനും സെയിം ആയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. സിമ്പിൾ പൊസിഷനും ഈ സെക്കൻഡ് കണ്ടീഷനും ഇത് തന്നെ ആയിരിക്കും. തേർഡ് കണ്ടീഷനിൽ മാത്രം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ബാക്കി ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ആ തേർഡ് കണ്ടീഷനിലെ ചേഞ്ച് മാത്രമേ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ. 2 മിനിറ്റിൽ നമുക്ക് തീർക്കാം. 2 മിനിറ്റിൽ നമുക്ക് തന്നെ തീർക്കാം.
സെയിം കണ്ടീഷൻ, ഇതേ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ആക്സിസ് ഇതേപോലെ ഇൻക്ലൈൻഡ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് കണ്ടീഷനിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുകയാണ്. 45 ഡിഗ്രി ലൈൻ എങ്ങനെ വരയ്ക്കുമെന്ന് വെച്ചാൽ നേരത്തെ വരച്ചതുപോലെ വരയ്ക്കാതെ ഈ സൈഡിലോട്ട് വരയ്ക്കുന്നു 45 ഡിഗ്രി. സോ 45 ഡിഗ്രി എടുത്തിട്ട് ഈ സൈഡിലോട്ട് വരയ്ക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇങ്ങനെ തിരിക്കുമ്പം എൻ്റെ അപ്പെക്സ് എവിടെ എത്തും? അപ്പെക്സ് വിൽ ബി ലുക്കിംഗ് ദ വി പി, അപ്പെക്സ് വിൽ ബി നിയർ ടു വി പി. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്ത് ചെയ്തോ അത് തന്നെയാണ്. ഇതിനെ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു. 45 ഡിഗ്രി ലൈൻ ഞാൻ വരച്ചു, സെയിം പ്രൊസീജിയർ, പക്ഷെ 45 ഡിഗ്രി ലൈൻ ഇങ്ങോട്ട് തിരിച്ചു വരച്ചു. കാരണം എൻ്റെ അപ്പെക്സ് ഈ O എന്നുള്ള പോയിന്റ് വി പിക്ക് നിയറായിട്ട് വരണം. സോ 45 ഡിഗ്രി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ പോയിന്റ് സി ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. C2 എന്ന പേരിൽ സി ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? C1 B1 അത് മെഷർ ചെയ്തു, ഡിവൈഡറിൽ മെഷർ ചെയ്ത് ഞാൻ ഇവിടെ അതേ പോയിന്റ് B2 എന്ന് മാർക്ക് ചെയ്യുന്നു. C1 B1 ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ B2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് രണ്ടിൽ നിന്നും ഞാൻ എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. രണ്ട് പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. ലൈൻസ് വരച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? C1ൽ നിന്ന് D1ഉം B1ൽ നിന്ന് A1ഉം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. ഇതേ ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. ഫസ്റ്റ് C1ൽ നിന്നും D1 ഈ ലൈനിന് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. ഓക്കെ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് C1ൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ C1ൽ നിന്നും എടുക്കുന്നു D1 എത്രയാണോ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. C1 D1. സോ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണത്. അതേപോലെ ഇതേ ഡിസ്റ്റൻസ് C1 D1 ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ D1 എന്ന് എഴുതുന്നു. D1 വരും D2 എന്ന് എഴുതുന്നു. അതേപോലെ B2ൽ നിന്നും എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് B1 A1 ഈ ഡിസ്റ്റൻസ് എടുത്ത് ഞാനിവിടെ A2 എന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്ക് കുറേ നേരമായി, എന്നാലും ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഞാൻ തീർക്കാം. So now I will join these two things. D2 A2 ഞാൻ ജോയിൻ ചെയ്യും. D2 A2 ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ C1 B1 ഡോട്ടർ ലൈൻ ആണ്. അതേപോലെ തന്നെ C2 B2 ഡോട്ടർ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുന്നു. അതേപോലെ C2 B2 ഡോട്ടർ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് പോയിന്റ് അപ്പെക്സ് വേണം. അപ്പെക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? D2 A2 അതായത് D1 A1ന്റെ മിഡ് പോയിന്റ് എന്താണോ അതേപോലെ D2 A2 ഇവിടെ നിന്ന് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് മിഡ് പോയിന്റിൽ നിന്നും ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഈ മിഡ് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണ്. സോ ആ ലൈനിൽ മിഡ് പോയിന്റിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റ് തൊട്ട് O1 വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഇവിടെ നിന്നും ആ ലൈനിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യണം. ഈ പോയിന്റിൽ നിന്നും ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് പോയിന്റ് ടു O1. ഈ ഡിസ്റ്റൻസ് ഞാൻ കൊണ്ടത് എവിടെ മാർക്ക് ചെയ്യും? ഐ വിൽ നെയിം ഇറ്റ് ആസ് O2. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാ പോയിന്റ്സിനെയും കണക്ട് ചെയ്യും. എല്ലാ പോയിന്റ്സിനെയും ഞാനിപ്പോൾ കണക്ട് ചെയ്യും. C2 O2 കണക്ട് ചെയ്യും. C2 O2 കണക്ട് ചെയ്യും. ദെൻ അതേപോലെ D2 O2 കണക്ട് ചെയ്യും. ഈ D2 O2 കണക്ട് ചെയ്യുന്നു.
D2 O2 എന്താ കണക്ട് ചെയ്തു. നെക്സ്റ്റ് ഞാൻ A2 O2 കണക്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് B2 O2 ലാസ്റ്റ് B2 O2 കണക്ട് ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ അപ്പെക്സ് ടുവേർഡ്സ്, നൗ ദിസ് അപ്പെക്സ് ഇസ് ടുവേർഡ്സ് or nearer to VP. ഇതാണ് സെക്കൻഡ് പ്രോബ്ലത്തിലുള്ള ഡിഫറൻസ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ രണ്ട് ഇതിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. ആദ്യം ഇവിടെ നിന്ന് പ്രൊജക്ഷൻ ലൈൻസ്, എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. അതേപോലെ D2 C2, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് A2, ദെൻ B2. സോ എല്ലാ പോയിന്റ്സിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ, ദെൻ ഫ്രം O2 എല്ലാത്തിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള പ്രൊജക്ഷൻ ലൈൻസ് വരച്ച് രണ്ടും ജോയിൻ ആവുന്ന പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം ഏതാണെന്ന്. നമുക്കിത് ഇവിടെ നിന്ന് ജോയിൻ ആവുന്ന പോയിന്റ്സ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. സോ A1 ഡാഷിൽ നിന്നും എന്താ ഞാനിപ്പോൾ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. A1 ഡാഷിൽ നിന്ന് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. അത് എവിടം വരെ? A2 അതിൽ നിന്നും പോകുന്ന ലൈൻ വരെ ആയിരിക്കണം. സോ അപ്പം A2 എനിക്കിപ്പോൾ ഇവിടെയാണുള്ളത്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ A2 ഇപ്പോൾ എവിടെയാണുള്ളത്? A2ൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടെയാണ് പോയി മീറ്റ് ചെയ്യുന്നത്. സോ A1 ഡാഷിൽ നിന്ന് പോകുന്ന ലൈനും A2ൽ നിന്ന് പോകുന്ന ലൈനും മീറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് A2 ഡാഷ്. സിമിലർലി അടുത്ത് അതിന്റെ പുറകെ തന്നെ എന്തുണ്ട്? D1 ഡാഷ് ഉണ്ട്. അപ്പം D1 ഡാഷിൽ നിന്ന് പോകുന്ന ലൈനും D2ൽ നിന്ന് പോകുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ദാറ്റ് ഈസ് D2 ഡാഷ്. അടുത്ത് സിയും ബിയും എവിടെയാണുള്ളത്? അത് XY ലൈനിൽ തന്നെയാണ് സിയും ബിയും. അപ്പൊ C2ൽ നിന്ന് പോകുന്ന ലൈനും C1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ C2 ഡാഷ്. അതേപോലെ B2ൽ നിന്ന് പോകുന്ന ലൈനും B1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ B2 ഡാഷ്. അതേപോലെ O2ൽ നിന്ന് പോകുന്ന ലൈനും O1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ദാറ്റ് ഇസ് മൈ പോയിന്റ് O2 ഡാഷ്. ഇനി ഇതിലെല്ലാം ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഏതൊക്കെ കാണും ഏതൊക്കെ കാണില്ല എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്, ഇവിടെ നിന്ന് നോക്കുകയാണ് നമ്മൾ. ഇവിടെ നോക്കുമ്പോൾ A2 D2 കാണും, A2 B2 കാണും, A2 C2 കാണും. അതേപോലെ D2 നിന്ന് O2 കാണും, A2ൽ നിന്ന് O2 കാണും. ഇതിനെ മറയ്ക്കാൻ ചാൻസ് ഉള്ള ഏതാണ്? C2ൽ നിന്ന് O2 മാത്രം ചിലപ്പോൾ മറയാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാ പോയിന്റ്സും നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. സോ കാണാൻ പറ്റാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റാൻ ചാൻസ് ഇല്ലാത്തതെന്ന് വെച്ചാൽ C2ൽ നിന്ന് പോകുന്ന മാത്രമേ ചാൻസ് ഉള്ളൂ. കാരണം ഈ D2 മറയ്ക്കും അതിന്. ഇത് കാണും, ഈ എഡ്ജ് നമുക്ക് കാണാൻ പറ്റും മുകളിൽ, അതായത് A2 ഡാഷ് D2 ഡാഷ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. A2 B2 ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. B2 C2 എന്ത് ചെയ്യും? മറഞ്ഞിരിക്കും, നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അതേപോലെ തന്നെ C2ൽ നിന്ന് O2ലോട്ടുള്ള കണക്ഷനും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. ബാക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. A2ൽ നിന്ന് O2 കാണാം, B2ൽ നിന്ന് O2 കാണാം. അത് ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന തന്നെയാണ്. നമുക്ക് അത് നമ്മുടെ വ്യൂ തന്നെയാണ്. അത് നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യണം. പിന്നെ ആ ഡോട്ടർ ലൈൻ തെറ്റി എന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് മാർക്കൊന്നും പോകുന്ന പേടിക്കേണ്ട. എന്നാലും മാക്സിമം അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. സോ D2 C2 ഓക്കെ.
പിന്നെ നമുക്ക് C2 B2 കാണാൻ പറ്റില്ല. അല്ല സോറി, C2 B2 നമുക്ക് കാണാൻ പറ്റും. കാരണം C2 B2 എവിടെ ഇരിക്കുകയാണ്? C2 B2 നമ്മുടെ ഫ്രണ്ടിൽ തൊട്ട് മുമ്പിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ C2 B2 റെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. C2 B2 കാണാൻ പറ്റും. ഈ ഒരു എഡ്ജ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് A2 B2 കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതാണ്ട് കാണാൻ പറ്റും. കാണാൻ പറ്റാത്തതായിട്ടുള്ളത് C2ൽ നിന്ന് O2യിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ ഓരോ ഇതിൽ നിന്ന് ഓരോ എഡ്ജിൽ നിന്ന് ഓരോട്ട് കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഫ്രീ ഹാൻഡിൽ വരച്ച് തീർക്കുകയാണ്. D2 O2, അത് കഴിഞ്ഞിട്ട് C2 O2 ആയിരിക്കും നമുക്ക് എന്തായിട്ടുള്ളത് കാണാൻ പറ്റാത്തത്. A2 നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹിയർ ഓൾസോ B2 O2. സോ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. നിങ്ങളത് വരച്ചു നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും. ചിലപ്പോൾ ലിസൺ ചെയ്യുമ്പോൾ പാടായിട്ട് തോന്നിയാലും ലൈൻസിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മളത് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഇത്രയേ ഉള്ളൂ. ഇതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, സോ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഞാനിപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉടനെ ഇടാം. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ